നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊയിലൂരിൽ വീട്ടുപറമ്പിൽ നിന്നും മണ്ണ് നീക്കുന്നതിനിടെ വൻ ബോംബ് സ്ഫോടനം. പരിക്കേറ്റ ടിപ്പർ ഡ്രൈവർ സുമിത് ലാലിനെ തലശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിലെ ആരോഗ്യരംഗത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ആരോഗ്യമേഖലയെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ അവകാശവാദങ്ങളെല്ലാം പൊളിയുകയാണെന്നും സണ്ണി ജോസഫ്. ഉറുമിയും വാളും പരിചയും വായുവിൽ തീർത്ത വേഗതയും തീപ്പന്ത ചുഴറ്റിന്റെ രൗദ്രതയും പൊന്നിത്തങ്കത്തട്ടിൽ ആവേശം വിതറി. വാൾപ്പയറ്റും ചെറുകോൽപ്പയറ്റും പന്തപ്പയറ്റും ദ്വന്ദ്വയുദ്ധവും കണ്ട് 1.5 മണിക്കൂറിലേറെ സമയം കളരി ആസ്വദിച്ച് വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും. 7 രാപ്പകലുകൾ ഭക്തിയുടെയും ആചാരപ്പെരുമയുടെയും നിറവിൽ നടന്നുവന്ന അണ്ടല്ലൂർക്കാവ് തിറമഹോത്സവത്തിന് ഭക്തി നിർഭരമായ കൊടിയിറക്കം. തെയ്യാട്ടങ്ങളെല്ലാം പൂർത്തിയായതോടെ ആയിരക്കണക്കിന് ഭക്തർ വരും വർഷത്തെ ഉത്സവത്തിനായുള്ള കാത്തിരിപ്പോടെ മടങ്ങി. വാർത്തകൾ വിശദമായി. കൊയിലൂരിൽ വീട്ടുപറമ്പിൽ നിന്നും മണ്ണ് നീക്കുന്നതിനിടെ വൻ സ്ഫോടനം. ബോംബ് പൊട്ടിത്തെറിച്ചാണ് ടിപ്പർ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റത്. കൊയിലൂരിനടുത്ത മേപ്പാട്ടാണ് സംഭവം. പരിക്കേറ്റ ഡ്രൈവർ സുമിത് ലാലിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേപ്പാട്ടെ വീട്ടിക്കൽ അബ്ദുസലാമിന്റെ പറമ്പിൽ നിന്നും രാവിലെ 9:30 കോൺക്രീറ്റ് വേസ്റ്റും മണ്ണും നീക്കുന്നതിനിടെയാണ് സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ചത്. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനിടെ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ടിപ്പർ ലോറി ഡ്രൈവർ വടക്കേ പൊയിലൂരിലെ സുമിത് ലാലിനാണ് പരിക്കേറ്റത്. വയറിന് ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊളവല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊയിലൂർ മേപ്പാട്ടെ ബോംബ് സ്ഫോടനത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് CPIM-ഉം BJP-യും മുസ്ലിം ലീഗും. ബോംബ് സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം. KP മോഹനൻ MLA-യും സംഭവസ്ഥലം സന്ദർശിച്ചു. പൊയിലൂർ മേപ്പാട്ടെ ബോംബ് സ്ഫോടനത്തിൽ ആദ്യം പ്രതികരണവുമായി രംഗത്തെത്തിയത് BJP ആണ്. പൊയിലൂർ മേഖലയിൽ വ്യാപക ആക്രമണം നടത്താൻ CPM മുന്നൊരുക്കം നടത്തുന്നതിന്റെ സൂചനയാണ് മേപ്പാട്ടുണ്ടായ സ്ഫോടനമെന്ന് BJP സംസ്ഥാന സമിതി അംഗം VP സുരേന്ദ്രൻ ആരോപിച്ചു. പൊയിലൂർ മേഖലയിൽ വ്യാപകമായ അക്രമം അഴിച്ചുവിടാനുള്ള CPM ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്ന് കാലത്ത് സെൻട്രൽ പൊയിലൂരിലെ വീട്ടിക്കൽ സലാം എന്ന് പറയുന്നവരുടെ വീട്ടുപറമ്പിൽ മണ്ണ് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോംബ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ 2 പേർക്ക് പരിക്ക് പറ്റുകയുണ്ടായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് വ്യാപകമായ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, അക്രമം ഉണ്ടാക്കാൻ വേണ്ടി CPM-ന്റെ പ്രവർത്തകന്മാർ ശ്രമം നടക്കുന്നുണ്ട്. പോലീസ് ഗൗരവമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്താതെ CPM പോലീസ് ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. കൊയിലൂർ സെൻട്രൽ പൊയിലൂർ ശ്രീമുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലെ തുറയോടനുബന്ധിച്ച് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് മേൽ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. മേപ്പാട് ബോംബ് സ്ഫോടനം നടന്ന അബ്ദുൽ സലാമിന്റെ വീട്ടുപരിസരം KP മോഹനൻ MLA-യും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PP പവിത്രൻ, വാർഡംഗം KP റിജുല, വാർഡംഗം KC മുകുന്ദൻ, CPM പൊയിലൂർ ഏരിയ സെക്രട്ടറി VM ചന്ദ്രൻ എന്നിവരും സന്ദർശിച്ചു. സംഭവം പോലീസ് ഗൗരവത്തിലെടുക്കണമെന്ന് KP മോഹനൻ MLA-യും പറഞ്ഞു. പൊയിലൂരിലെ സ്ഫോടനം വളച്ചൊടിക്കാനുള്ള ആസൂത്രണ നീക്കം ചില കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രദേശം ബോംബ് സംഭരണ കേന്ദ്രമാക്കി മാറ്റുകയാണ്. പോലീസ് ലാഘവത്തോടെ കാര്യങ്ങൾ കാണരുതെന്നും സമഗ്ര അന്വേഷണം നടത്തണമെന്നും കൂത്തുപറമ്പ് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഭാരവാഹികളായ PPS സലാം, PK ഷാഹുൽ ഹമീദ്, PK അലി, ചമാളി ഇസ്മയിൽ, യാക്കൂബ് ഹാജി എന്നിവരാവശ്യപ്പെട്ടു. കേരളത്തിലെ ആരോഗ്യരംഗത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ആരോഗ്യമേഖലയെ സംബന്ധിച്ച് സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ ഇല്ലാതാവുകയാണെന്നും ആരോഗ്യരംഗത്ത് സർക്കാർ അശ്രദ്ധ സാധാരണക്കാരനെ ബാധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ വാചക കസരത്ത് മാത്രം പോരാ, സിസ്റ്റത്തിൻ്റെ തകരാറാണെന്നും സണ്ണി ജോസഫ് MLA മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആരോഗ്യമേഖലയെ സംബന്ധിച്ച സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും തകർന്ന തരിപ്പണമാകുന്ന ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ കൈ എല്ല് പൊട്ടി
ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ കൈ വളഞ്ഞുപോയി. ഇപ്പോൾ ആലപ്പുഴയിലെ ഈ സ്ത്രീ തുടർ ചികിത്സയ്ക്കായിട്ട് ഈ കത്രിക വയറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന കത്രിക എടുത്തു മാറ്റാൻ ആ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ അവർക്ക് ധൈര്യമില്ല. ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. അവര് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടുന്നത്. ഇതിന് മന്ത്രി ഉത്തരം പറയണം. ഇത്തരത്തിൽ വന്നിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്ക്, ശാരീരിക മാനസിക പീഡനങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ഉത്തരവാദി ഗവൺമെന്റ് തന്നെയാണ്. അവർക്ക് ഉചിതമായ ന്യായമായ നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റ് സന്നദ്ധമാകണം. അവരെ പീഡിപ്പിക്കുന്നതിനും വേദനിപ്പിക്കുന്നതിനും പകരം ഉത്തരവാദികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. ഉറുമയും വാളും പരിചയവും വായുവിൽ തീർത്ത വേഗതയും തീപ്പന്ത പ്രകടനത്തിൻ്റെ രൗദ്രതയും പൊന്നിത്തങ്കത്തട്ടിൽ ആവേശം വിതറി. എല്ലാം കണ്ണിവജിമാതെ കണ്ട ആവേശം പകർന്ന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊന്നിത്തങ്കത്തിൻ്റെ 4ാം ദിവസമാണ് ഏഴരക്കണ്ടത്തിലെ കാഴ്ചക്കാരെ ആവേശത്തിമുറപ്പിലഴ്ത്തി മുഖ്യമന്ത്രി എത്തിയത്. വാൾപ്പയറ്റും ചെറുകോൽപ്പയറ്റും പന്തപ്പയറ്റും ദ്വന്ദ്വയുദ്ധവും കണ്ട് അരമണിക്കൂറിലേറെ സമയം കളരി ആസ്വദിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. ഉറുമിയും വാളും പരിചയവും വായുവിൽ തീർത്ത വേഗതയും തീപ്പന്ത പയറ്റത്തിന്റെ രൗദ്രതയും പൊന്നിത്തങ്കത്തട്ടിൽ ആവേശം വിതറി. എല്ലാം കണ്ണിമച്ചിമാതെ കണ്ട് ആവേശം പകർന്ന് വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊന്നിത്തങ്കത്തിന്റെ 4ാം ദിവസമാണ് പൊന്നം ഏഴരക്കണ്ടത്തിലെ കാഴ്ചക്കാരെ ആവേശത്തിമിർപ്പിലാഴ്ത്തി മുഖ്യമന്ത്രിയും എത്തിയത്. വാൾപ്പയറ്റും ചെറുകോൽപ്പയറ്റും പന്തപ്പയറ്റും ദ്വന്ദ്വയുദ്ധവും എല്ലാം കണ്ട് അരമണിക്കൂറിലേറെ സമയം കളരി ആസ്വദിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. കളരി എന്നത് കേരളത്തിന്റെ ആയോധന കലാരൂപമാണ്. പൊന്നിത്തങ്കത്തിന്റെ 4ാം നാളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നിത്തങ്കം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ വർഷം കഴിയുന്തോറും പൊന്നിത്തങ്കത്തിന് ആളുകൾ കൂടി വരികയാണ്. നല്ല രീതിയിൽ ഇത് മെച്ചപ്പെടും എന്ന് തന്നെയാണ് ഇതിൻ്റെ ആരംഭകാലത്ത് തന്നെ താൻ കരുതിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. വരും വർഷങ്ങളിലും ഇത് കൂടുതൽ മെച്ചപ്പെട്ടു വരട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. വർഷം തോറും ആളുകൾ കൂടി വരികയാണ്. നല്ല രീതിയിൽ ഇത് മെച്ചപ്പെടും എന്നാണ് അന്ന് തന്നെ കണ്ടിരുന്നത്. ആ കാഴ്ചപ്പാട് ശരിയാകുന്ന രീതിയിൽ തന്നെ ഓരോ വർഷവും ആളുകൾ കൂടി വരുന്ന അവസ്ഥയാണുള്ളത്. ഇനിയും ഇത് കൂടുതൽ മെച്ചപ്പെട്ടു പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ചടങ്ങിൽ അധ്യക്ഷനായി. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജും കേരള പ്രൊഫഷണൽ നെറ്റ്വർക്കും സംയുക്തമായി രൂപകൽപ്പന ചെയ്ത പൊന്നിത്തങ്കത്തിൻ്റെ മാതൃകയിലുള്ള ഗെയിംസിൻ്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു.
കേരള ഫോക്ലോർ അക്കാദമി മുൻ വൈസ് ചെയർമാൻ KV കുഞ്ഞിരാമൻ, കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുജിയ, എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിത്ത് പ്രകാശൻ, റെപ്കോ ചെയർമാൻ കാരായി രാജൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ NP വിനോദ് കുമാർ, CN ചന്ദ്രൻ, CK രമേശൻ, MC പവിത്രൻ, AK ഷിജു, K സുഗീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊന്നം കതിരൂർ ഗുരുക്കൾ സ്മാരക കളരി, കൊയിലാണ്ടി അൽമുബാർ കളരി, ദുബായ് കളരി ക്ലബ്ബ് എന്നിവ അവതരിപ്പിച്ച കളരി അഭ്യാസ പ്രകടനവും തുടർന്ന് നടന്നു. കൈകൊട്ടിക്കളിയും കലാമത്സരമായി നാടോടി നൃത്തവും അരങ്ങേറി. ഇതര സംസ്ഥാന ആയോധന കലാരൂപമായ താങ് അഹമ്യനബ്, സച്ചിൻ വാര്യരുടെ, ലിബിൻ സ്കറിയുടെയും ലൈവ് ഷോ എന്നിവയും അരങ്ങേറി. പിന്നിൽ നിന്ന് കാക്കുന്ന പരിചയം, കൃത്യതയോടെയുള്ള ഓരോ വെട്ടും സമയബോധത്തോടെയുള്ള തടയും ആത്മനിയന്ത്രണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ആക്രമണം മാത്രമല്ല, ദൂരെ നിന്ന് തന്നെ വിധിയെഴുതുന്ന ആയുധം കുന്തം. ഇത് അടുത്തു വരാൻ അനുവദിക്കില്ല. മുന്നേറ്റം തടയുക തന്നെ ചെയ്യും. ഒരൊറ്റ കുത്തുമതി. കുന്തത്തിന്റെ മുനയെന്നമർന്നാൽ അത് മതി പോരാട്ടത്തിന്റെ ദിശ മാറാൻ. ഇത് ശക്തിയുടെ പയറ്റല്ല. പക്ഷേ ഇതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നിടത്താണ് വിജയം. മൂർച്ചയേറിയ ആയുധങ്ങളെക്കാൾ മർമ്മപ്രധാനമായ നീക്കങ്ങൾ സ്വായത്തമാക്കിയ അഭ്യാസിയെ സംബന്ധിച്ചിടത്തോളം തടുക്കാനും പ്രതിരോധിക്കാനും തിരിച്ചാക്രമിക്കാനും അറിയാം. എന്നിരുന്നാലും അതീവ ജാഗ്രത ആവശ്യമായ അഭ്യാസമാണിത്. ഏഴ് പകലും രാവും ഭക്തിയുടെയും ആചാരപ്പെരുമയുടെയും നിറവിൽ നടന്നുവന്ന അണ്ടല്ലൂർക്കാവ് തിറമഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം. ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള തെയ്യാട്ടങ്ങൾ പൂർത്തിയായതോടെ ആയിരക്കണക്കിന് ഭക്തർ വരും വർഷത്തെ ഉത്സവത്തിനായുള്ള കാത്തിരിപ്പോടെ മടങ്ങി. ഏഴ് പകലും ഇരവും ഭക്തിയുടെയും ആചാരപ്പെരുമയുടെയും നിറവിൽ നടന്നുവന്ന അണ്ടല്ലൂർക്കാവ് തിറമഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം. ഉത്സവത്തിന്റെ ഭാഗമായുള്ള തെയ്യാട്ടങ്ങൾ പൂർത്തിയായതോടെ ആയിരക്കണക്കിന് ഭക്തർ വരും വർഷത്തെ ഉത്സവത്തിനായുള്ള കാത്തിരിപ്പോടെ മടങ്ങി. താഴേക്കാവിൽ നിന്നുള്ള തിരിച്ചെഴുന്നള്ളത്തിനും തുടർന്ന് നടന്ന അനുബന്ധ ചടങ്ങുകൾക്കും ശേഷമാണ് തിരുവാഭരണം അറയിൽ സൂക്ഷിച്ചത്. ഇതോടെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾക്ക് തിരശ്ശീല വീണു. ശ്രീരാമകഥയെ ആസ്പദമാക്കി നടന്ന തെയ്യാട്ടങ്ങൾ കാണാൻ അവസാന ദിനമായ വ്യാഴാഴ്ചയും വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രമുറ്റത്തും പരിസരത്തും അനുഭവപ്പെട്ടത്. ദൈവത്താർ, ബപ്പൂരൻ, അങ്കക്കാരൻ തുടങ്ങിയ രാമായണത്തിലെ കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കുന്ന തെയ്യക്കോലങ്ങൾ ഭക്തർക്ക് കൺകുളിർക്കെ ദർശിക്കാനായി. രാവണ നിഗ്രഹത്തിന് ശേഷം സീതയെ വീണ്ടെടുത്ത് മടങ്ങുന്ന തെയ്യാട്ടത്തോടെ വെള്ളിയാഴ്ച പുലർച്ചെ ദൈവത്താരീശ്വരന്റെ തിരുമുടി അഴിച്ചതോടെയാണ് 7 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് സമാപ്തിയായത്. പുതുതായി പണിയുന്ന കല്ലിക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ശിലാസ്ഥാപനം KP മോഹനൻ MLA നിർവഹിച്ചു. 1 കോടി രൂപ ചെലവിൽ 324 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. വാടക കെട്ടിടത്തിലാണ് ഓഫീസ് ഇതുവരെ പ്രവർത്തിക്കുന്നത്. പുതുതായി പണിയുന്ന കല്ലിക്കണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ശിലാസ്ഥാപനം KP മോഹനൻ MLA നിർവഹിച്ചു. നമ്മൾ ഇന്നലെ എന്തായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നാളേക്ക് എങ്ങനെ ആയിരിക്കണം എന്നറിഞ്ഞുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നവകേരള സൃഷ്ടിക്കായി മുന്നോട്ട് പോകുമ്പോൾ
എല്ലാ മേഖലയിലും പുതിയ സംവിധാനം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ, സ്മാർട്ട് രജിസ്ട്രേഷൻ ഓഫീസുകൾ, അങ്ങനെയുള്ള എല്ലാ ഓഫീസുകളും സ്മാർട്ടായി മാറുകയാണ്. ഈ ഓഫീസും നമുക്ക് സ്മാർട്ട് രജിസ്ട്രേഷൻ ഓഫീസായിട്ട് മാറ്റണം. ഈ കെട്ടിടം പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ ഉത്തരവ് കൂടി ലഭിക്കുന്നതാണ് എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാ നിലയിലും നമുക്ക് ഈ കല്ലിക്കണ്ടിയിൽ എന്ന് പറയുമ്പോൾ കുന്നോത്തോർ പഞ്ചായത്തിൻ്റെയും തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിൻ്റെയും വിവിധ മേഖലകളിലുള്ളവർക്ക് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആധാരം രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്കിവിടെ തന്നെ വിശാലമായ ഈ കെട്ടിടത്തിൽ സാധിക്കും. 1 കോടി രൂപ ചെലവിൽ 324 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. വാടക കെട്ടിടത്തിലാണ് ഓഫീസ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസ് ആരുൾ അധ്യക്ഷനായി. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം CK മുഹമ്മദ് അലി, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV പവിത്രൻ, പഞ്ചായത്ത് അംഗം KP അർഷിഫ, ഉത്തരമേഖല രജിസ്ട്രാർ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ R മധു, രജിസ്ട്രാർ ജനറൽ PK സാജൻകുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PK മുകുന്ദൻ മാസ്റ്റർ, CKB തിലകൻ, V വിപിൻ മാസ്റ്റർ, VP സുരേന്ദ്രൻ മാസ്റ്റർ, ഇസ്മയിൽ ചാമാളിയിൽ, KT രാഗേഷ്, OT മുഹമ്മദ്, സജീവൻ കല്ലിക്കണ്ടി, MM മനോമോഹനൻ മാസ്റ്റർ, സമീർ പറമ്പത്ത്, ദിനേശൻ പൊയിലൂർ, MB സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേപ്പാനൂർ അനുസ്മരണം സംഘടിപ്പിച്ചു. കണ്ണമ്പള്ളി LP സ്കൂളിൽ നടന്ന പരിപാടി ഡോക്ടർ A വത്സലൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റി പാനൂരിൽ സംഘടിപ്പിച്ച പാനൂർ അനുസ്മരണം പ്രമുഖരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഡോക്ടർ A വത്സലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി തൂലിക പടവാളാക്കുകയും ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുകയും ചെയ്ത മനുഷ്യാവകാശ പ്രവർത്തകനും ക്രാന്തദർശിയായ എഴുത്തുകാരനും കൂടിയാണ് പാനൂരെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. പാനൂർ എഴുതിയ കേരളത്തിലെ അമേരിക്കയും വർത്തമാനകാലത്ത് ചർച്ച ചെയ്യപ്പെടണമെന്നും ഡോക്ടർ A വത്സലൻ ആവശ്യപ്പെട്ടു. പാനൂരിൻ്റെ 8ാം ജന്മ വാർഷികാചരണത്തിൻ്റെ ഭാഗമായാണ് അനുസ്മരണ ചടങ്ങ് പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റി കണ്ണമ്പള്ളി LP സ്കൂളിൽ സംഘടിപ്പിച്ചത്. സൂക്ഷ്മമായി പഠിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ യാത്രകൾക്കിടയിൽ വിശപ്പ് സഹിക്കവയ്യാതെ നൊയിച്ചിയുടെ ഇറച്ചിയെടുത്ത് കഴിക്കുന്ന ആദിവാസി ബാലന്റെ ചിത്രം അദ്ദേഹം അവതരിപ്പിക്കും. നമ്മൾ നൊയിച്ചിങ്ങ എന്ന് പറയുന്ന ആ ഒരു ജീവിയുടെ പച്ച ഇറച്ചിയെടുത്ത് കഴിക്കുന്ന ഒരു അവസ്ഥ. അത്തരം ഒരുപാട് രംഗങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഈ ട്രൈബൽ വെൽഫെയർ ഓഫീസർ എഴുതിയ ഈ കൃതി 1963 തന്നെ നിയമസഭയിലെത്തി. O കോരൻ MLA നിയമസഭയിൽ അദ്ദേഹം ഉന്നയിച്ച ചോദ്യത്തിന്റെ ഭാഗമായി അദ്ദേഹം കേരളത്തിൽ അടിമത്തം നിലനിൽക്കുന്നു, വയനാട്ടിലെ ഭൂവുടമകൾ ആദിവാസികളെ വിൽപ്പന നടത്തുന്നു എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തെ തുടർന്ന് തെളിവായി അദ്ദേഹം സ്പീക്കർക്ക് മുന്നിൽ ഹാജരാക്കിയത് കേരളത്തിലെ ആഫ്രിക്ക എന്ന പാനൂരിന്റെ കൃതിയായിരുന്നു. പുഗാസ മേഖലാ കമ്മിറ്റി അംഗം T ഹരിദാസൻ അധ്യക്ഷനായി. രാജു കാട്ടുപുരം, K ലജുമോൾ, പാനൂരിന്റെ മകൻ PV ഹിരൺകുമാർ, പവിത്രൻ മൊകേരി, TTK ശശി, അനിരുദ്ധൻ എട്ടുവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us.
ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Welcome to Modern Clay Preschool, Pandakal, Mahi. Usha ma'am, the founder and principal of Ideal School, with an experience of more than 40 years, is all set to welcome the little ones into the world of knowledge, where little dreams take shape and young minds shine bright. The school is child-centric and activity-based and designed to foster creativity, curiosity and confidence. The center offers tailored program for early childhood development, which includes playgroup, nursery, kindergarten and daycare. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ കണ്ണൂർ സിറ്റി ജനമൈത്രി പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ സേഫ് ഓട്ടോ എന്ന പേരിൽ ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കായി ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം നടത്തി.
സ്ത്രീ സുരക്ഷ, അവരോടുള്ള മാന്യമായ പെരുമാറ്റം, നിയമപരമായ ബാധ്യതകൾ എന്നിവയെക്കുറിച്ച് അവബോധം നൽകി ഡ്രൈവർമാരെ സജ്ജരാക്കുക, അടിയന്തര സാഹചര്യങ്ങളിൽ പ്രതികരണം എന്നിവയാണ് ഈ പരിശീലന പരിപാടി ലക്ഷ്യമിടുന്നത്. പോലീസ് സഭാ ഹാളിൽ വെച്ച് ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കായി ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം നടത്തി. സ്ത്രീ സുരക്ഷ, അവരോടുള്ള മാന്യമായ പെരുമാറ്റം, നിയമപരമായ ബാധ്യതകൾ എന്നിവയെക്കുറിച്ച് അവബോധം നൽകി ഡ്രൈവർമാരെ സജ്ജരാക്കുക, അടിയന്തര സാഹചര്യങ്ങളിലെ പ്രതികരണം എന്നിവയാണ് പരിശീലന പരിപാടി ലക്ഷ്യമിട്ടത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് IPS ഉദ്ഘാടനം ചെയ്തു. വനിതാ പോലീസ് സ്റ്റേഷൻ SHO ധന്യാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. SPC NTNO സബ് ഇൻസ്പെക്ടർ K രാജേഷ് സ്വാഗതം പറഞ്ഞു. കുടുംബശ്രീ സർവീസ് പ്രൊവൈഡർ ബേബി രഹന ക്ലാസ് എടുത്തു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ തങ്ങളുടെ പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളും അനുഭവങ്ങളും കമ്മീഷണറുമായി സംവദിച്ചു. തുടർന്ന് സുരക്ഷിത യാത്രയ്ക്കുള്ള സേഫ് ഓട്ടോ സ്റ്റിക്കറും സ്നേഹിതയുടെ സ്റ്റിക്കറും ഓട്ടോറിക്ഷകളിൽ സിറ്റി പോലീസ് കമ്മീഷണർ പതിപ്പിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബശ്രീകളുടെ ജെൻഡർ റിസോഴ്സ് സെൻ്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കളിയാട്ടം ത്രിദിന നാടക ശില്പശാല നടത്തി. പ്രശസ്ത തിയേറ്റർ ആർട്ടിസ്റ്റ് ഡോക്ടർ ശ്രീജിത്ത് രമണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന കളിയാട്ടം ത്രിദിന നാടക ശില്പശാലയ്ക്ക് തുടക്കമായി. മേനപ്രം വേട്ടക്കുരുമകൻ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ശില്പശാലയുടെ ഉദ്ഘാടനം പ്രശസ്ത തിയേറ്റർ ആർട്ടിസ്റ്റ് ഡോക്ടർ ശ്രീജിത്ത് രമണൻ നിർവഹിച്ചു. കേൾക്കുമ്പോൾ ആളുകളുടെ കാഴ്ചയിൽ കേൾവിയിലും വരുന്ന ഒരു നാടക രൂപമുണ്ട്. നമ്മുടെ ഉത്സവപ്പറമ്പിലും അല്ലെങ്കിൽ പള്ളി പെരുന്നാളിലൊക്കെ കളിക്കുന്ന നമ്മുടെ കൊമേഴ്സ്യൽ നാടകങ്ങൾ. അതല്ല, അതിനപ്പുറത്തേക്ക് വിശാലമായ അർത്ഥമുണ്ട്. അതിനൊരുപാട് പ്രവർത്തന രീതികളുണ്ട്. അതിനകത്ത് അപ്ലൈഡ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു വലിയ മേഖലയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടാണ് കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് ഉപയുക്തമാവുന്ന രീതിയിൽ ഡ്രാമ ഇൻ എഡ്യൂക്കേഷൻ, തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ രണ്ടും വിശാലമായിട്ടുള്ള മേഖലയാണ്. അവരുടെ അതായത് ലേണിംഗ് ഡിഫിക്കൽറ്റീസ്, പഠനത്തിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പോലും ചേർത്ത് പിടിക്കാനും അവരെ കൃത്യമായിട്ട് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള നാടകത്തിന്റെ ചൂടുകളുണ്ട്. അതുപയോഗിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് മെമ്മറി പവറിന് പ്രശ്നമുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഭാഷയെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ കുട്ടികളെയും വേറെ രീതിയിൽ എംപവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള മാധ്യമമായിട്ട് നാടകം മാറിയിട്ടുണ്ട്. അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒട്ടനവധി നാടക പ്രയോക്താക്കൾ ലോകത്താകമാനം രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ നാടകത്തെ ക്രിയാത്മകമായിട്ട് ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുന്ന സ്റ്റേറ്റുകൾ ലോകത്ത് ഒരുപാടുണ്ട്. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സപ്ന, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KTK പ്രദീപൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ജയചന്ദ്രൻ, വാർഡ് അംഗം ഷിജിൽ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V ഉദയൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK മോഹനൻ മാസ്റ്റർ, CDS ചെയർപേഴ്സൺ MK റിജിന, ICDS സൂപ്പർവൈസർ C സനിജ, മെമ്പർ സെക്രട്ടറി TM സജിത് കുമാർ, കമ്മ്യൂണിറ്റി കൗൺസിലർ VC സിയോന രാജീവൻ, പ്രോഗ്രാം കൺവീനർ മധു മോഹനൻ, പ്രോഗ്രാം ചെയർമാൻ T ദിനരാജ് എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷമീന സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ O അജിത് കുമാർ നന്ദിയും പറഞ്ഞു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന മൺചട്ടിയിൽ പച്ചക്കറി കൃഷി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നെടുമ്പ്രത്ത് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് തല മൺചട്ടിയിൽ പച്ചക്കറി കൃഷി പദ്ധതി 1-ാം വാർഡ് നെടുമ്പ്രത്ത് വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് ഉദ്ഘാടനം ചെയ്തു. 1-ാം വട്ടം എന്ന നിലയിൽ ആദ്യം അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഇന്നലെയും ഇന്നുമായി അതിന്റെ ഭാഗമായി 5 ചട്ടിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കൃഷി സാധനങ്ങളും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് നമ്മുടെ നാടിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് വിഷാംശരഹിതമായ പച്ചക്കറി നമുക്ക് ഭക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണം. അതിനുള്ള എല്ലാ പിന്തുണയും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്ത് നൽകണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടില് ഈ വിഷാംശരഹിത പച്ചക്കറി കൃഷിക്ക് പ്രോത്സാഹനം നൽകാൻ 2026-27 വർഷത്തെ പദ്ധതിയുടെ ഭാഗമായും നല്ല നിലയിലുള്ള മുൻകൈ ഗ്രാമപഞ്ചായത്ത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ R ശരത് കൃഷ്ണ പദ്ധതി വിശദീകരിച്ചു. വാർഡ് അംഗം P അജീന്ദ്രൻ സ്വാഗതം പറഞ്ഞു.
അണ്ടല്ലൂർക്കാവ് ഉത്സവത്തോടനുബന്ധിച്ച് മൾട്ടിമീഡിയ ആർട്ടിസ്റ്റ് ഫോറം സംഘടിപ്പിച്ച KA ബാബുരാജിന്റെ ലയം ഫോട്ടോഗ്രാഫി പ്രദർശനം സമാപിച്ചു. പൂവാടൻ പ്രകാശൻ ഹാളിൽ നടന്ന പ്രദർശനം വൈവിധ്യമാർന്ന ചിത്രങ്ങൾ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. അണ്ടല്ലൂർക്കാവ് ഉത്സവത്തോടനുബന്ധിച്ച് മൾട്ടിമീഡിയ ആർട്ടിസ്റ്റ് ഫോറം സംഘടിപ്പിച്ച 41 ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനം സമാപിച്ചു. ഫോറത്തിന്റെ 30ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഷബ്ന പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. T. അനിൽ അധ്യക്ഷനായി. ചടങ്ങിൽ ധർമ്മടം പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിവിധ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ അനുമോദിച്ചു. അന്തരിച്ച പ്രശസ്ത ചിത്രകാരൻ C. ഹംസ മാസ്റ്ററെ അനുസ്മരിച്ചു. ആയിഷ ടീച്ചർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദീപക് ധർമ്മടം, PM പ്രഭാകരൻ, B. ഗീതമ്മ, പ്രൊഫസർ A. വത്സലൻ, വരച്ചൽ സന്തോഷ് എന്നിവർ സംസാരിച്ചു. K. സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. വിവിധ ശൈലികളിലും മാധ്യമങ്ങളിലും ഒരുക്കിയ 41 കലാകാരന്മാരുടെ സൃഷ്ടികൾ കാണാൻ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ചൊക്ലി VP ഓറിയന്റൽ ഹൈസ്കൂൾ വാർഷികോത്സവം ഓറിയന്റൽ പൂരം സംഘടിപ്പിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K. വിജിന അധ്യക്ഷത വഹിച്ചു. മദർ PTA പ്രസിഡന്റ് കമറുന്നിസ, സീനിയർ അസിസ്റ്റന്റ് VC രജനി, P. റയീസ് എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ PP രമേശൻ സ്വാഗതവും P. മുഹമ്മദ് ഷഹീർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. SYS സാന്ത്വനം കൂരാറയിലും പരിസരത്തുമുള്ള 60 കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണം നടത്തി. കൂരാറ ജുമാ മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി ഖാദർ ഒരുമ, സാന്ത്വനം കൂരാറ ചെയർമാൻ ഖാലിദ് ഹാജി നങ്ങാറത്തിന് നൽകി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. SYS സാന്ത്വനം കൂരാറയിലും പരിസരത്തുമുള്ള 60 കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണം നടത്തി. കൂരാറ ജുമാ മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി ഖാദർ ഒരുമ, സാന്ത്വനം കൂരാറ ചെയർമാൻ ഖാലിദ് ഹാജി നങ്ങാറത്തിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കടേപ്പുറം കേന്ദ്ര മഹൽ കമ്മിറ്റി പ്രസിഡന്റ് മരവൻ അബൂബക്കർ ഹാജി പങ്കെടുത്തു. റംസാനിലെ ധർമ്മപ്രവർത്തനങ്ങളെക്കുറിച്ച് നൌഷാദ് സഖാഫി സംസാരിച്ചു. നാസർ കുരാറ സ്വാഗതവും PM സലീം നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട.
വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി CH സെന്ററിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള നോമ്പുതുറ വിതരണത്തിന് തുടക്കമായി. വൈസ് പ്രസിഡന്റ് AM സഹാബുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. AM സഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ദാഹനീയമായ ഈ പ്രവൃത്തി ഇനിയും ചെയ്യാൻ കഴിയും. CH സെന്റർ ഹോസ്പിറ്റൽ വിംഗ് ചെയർമാൻ N. മൂസ അധ്യക്ഷനായി. കൺവീനർ റഷീദ് തലായി സ്വാഗതം പറഞ്ഞു. സെന്റർ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. റഷീദ് കരിയാടൻ, COT ഫൈസൽ, PP സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു. അണ്ടല്ലൂർക്കാവ് ഉത്സവത്തോടനുബന്ധിച്ച് മൾട്ടിമീഡിയ ആർട്ടിസ്റ്റ് ഫോറം സംഘടിപ്പിച്ച 41 ചിത്രകാരന്മാരുടെ ചിത്രപ്രദർശനം സമാപിച്ചു. ഫോറത്തിന്റെ 30ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രദർശനം കലാനിപുണത കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഷബ്നയാണ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. T. അനിൽ അധ്യക്ഷനായി. ചൊക്ലി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായ K. A. ബാബുരാജ് പകർത്തിയ ആധുനിക ശൈലിയുള്ള ഫോട്ടോഗ്രാഫുകളാണ് പ്രദർശനത്തിനുടനീളം കാഴ്ചക്കാരുടെ പ്രശംസ പിടിച്ചുപറ്റിയത്. പ്രദർശനത്തോടനുബന്ധിച്ച് നടന്ന വിവിധ സെഷനുകളിൽ PM പ്രഭാകരൻ, B. ഗീതമ്മ, ദീപക് ധർമ്മടം, പ്രൊഫസർ A. വത്സലൻ, ആയിഷ ടീച്ചർ, K. സുരേന്ദ്രൻ, സെൽവൻ മേലൂർ എന്നിവർ സംസാരിച്ചു. സൗദിയ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ NK മുസ്തഫ തലശ്ശേരി ജൂബിലി മത്സ്യ ചില്ലറ മാർക്കറ്റ് തൊഴിലാളികൾക്ക് റംസാൻ കിറ്റ് നൽകി. വർഷങ്ങളായി എല്ലാ റംസാൻ മാസത്തിൻ്റെ ആദ്യ രാവിൽ NK മുസ്തഫ തൊഴിലാളികൾക്ക് സമ്മാനം നൽകാറുണ്ട്. സൗദി ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ NK മുസ്തഫ വർഷങ്ങളായി എല്ലാ റംസാൻ മാസത്തിലും ആദ്യ രാവിൽ നൽകുന്ന റംസാൻ സമ്മാനം ഈ വർഷവും മുടങ്ങാതെ തലശ്ശേരി ജൂബിലി മത്സ്യ ചില്ലറ മാർക്കറ്റ് തൊഴിലാളികൾക്ക് നൽകി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ലത്തീഫ്, STU പ്രസിഡന്റ് സാഹിർ പാലക്കലിന് റംസാൻ കിറ്റ് കൈമാറി. MK ഖാദർ അധ്യക്ഷനായി. അഷ്റഫ് പുല്ലൂക്കര പങ്കെടുത്തു. NK മുസ്തഫ സാഹിബിന്റെ ഈ വർഷത്തെ റമദാൻ വിതരണ പരിപാടിയുടെ ഔപചാരികമായ സമാരംഭമാണ് ഇന്നിവിടെ തലശ്ശേരി മാർക്കറ്റിൽ വെച്ച് കൊടുക്കുന്നത്. അദ്ദേഹത്തോടുള്ള എല്ലാ കടപ്പാടും നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് 2018 അവസാനം 19 കോവിഡ് കാലത്ത് വടക്കുംപാട് മഹമ്മൂദ് മാസ്റ്റർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി. വടക്കുംപാട് കൂളി ബസാറിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.
മഹമ്മൂദ് മാസ്റ്റർ സാംസ്കാരിക സമിതി വടക്കുംപാടിന്റെ ആഭിമുഖ്യത്തിൽ നിർധന കുടുംബങ്ങൾക്കുള്ള റംസാൻ കിറ്റ് വിതരണം ചെയ്തു. വടക്കുംപാട് കൂളി ബസാറിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. സി സഫീറ അധ്യക്ഷയായി. കാത്താണ്ടി റസാഖ്, താഹിർ, ഫസീല ഫാറൂഖ്, അശോകൻ, ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. കടവത്തൂർ കുറുളിക്കാവ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര നടന്നു. കൊച്ചി അങ്ങാടി ശ്രീനാരായണ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര എലിത്തോട് പാലം, കടവത്തൂർ ഇരിഞ്ഞീൻ കീഴിൽ വഴി കുറുളിക്കാവിൽ പ്രവേശിച്ചു. തായമ്പക, മുത്തുക്കുട, ശിങ്കാരിമേളം, ഫയർ ഡാൻസ്, ശിങ്കാരി പൂക്കാവടി, ഫ്യൂഷൻ ഡാൻസ്, ലാറി ഡാൻസ്, ദേവരൂപങ്ങൾ, തെയ്യം ഡാൻസ്, കുട്ടികളുടെ നൃത്യങ്ങൾ, DJ ഡോലക് ഡാൻസ് അടക്കമുള്ള നിരവധി കലാപരിപാടികളോടെയാണ് ഘോഷയാത്ര നടന്നത്. ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണ വിതരണം മീത്തൽ പുരുഷുവിന്റെ നേതൃത്വത്തിൽ നടന്നു. വാർഡ് അംഗം സമദ് അറയ്ക്കലിന്റെ നേതൃത്വത്തിൽ ഇരിഞ്ഞിൻകീഴ് ജുമാ മസ്ജിദ് പരിസരത്ത് ഫ്രൂട്ട്സ് വിതരണം നടത്തി. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ മടത്തിൽ വിനയൻ, ചെയർമാൻ ഇ ശങ്കരൻകുട്ടി, വട്ടക്കാച്ചേരി നാണു, TK ശ്രീജിത്ത് മാസ്റ്റർ, KM സുനരൻ മാസ്റ്റർ, ഇ അനന്തനാരായണൻ, താഴെ അമ്പിയലത്ത് കുമാരൻ, PK ഭവിൻ, BK ദിലീപ്, വിജീഷ് മത്തത്ത്, തൈക്കണ്ടി രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി തെയ്യങ്ങൾ ഇന്നും നാളെയുമായി ക്ഷേത്രത്തിൽ കെട്ടിയാടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊയിലൂരിൽ വീട്ടുപറമ്പിൽ നിന്നും മണ്ണ് നീക്കുന്നതിനിടെ വൻ ബോംബ് സ്ഫോടനം. പരിക്കേറ്റ ടിപ്പർ ഡ്രൈവർ സുമിത് ലാലിനെ തലശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിൽ ആരോഗ്യരംഗത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. ആരോഗ്യമേഖലയെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ അവകാശവാദങ്ങളെല്ലാം പൊളിയുകയാണെന്നും സണ്ണി ജോസഫ്.
ഉറുമിയും വാളും പരിചയും വായുവിൽ തീർത്ത വേഗതയും തീപ്പന്ത ചുഴറ്റിന്റെ രൗദ്രതയും പൊന്നിത്തങ്കത്തട്ടിൽ ആവേശം വിതറി. വാൾപ്പയറ്റും ചെറുകോൽപ്പയറ്റും പന്തപ്പയറ്റും ദ്വന്ദ്വയുദ്ധവും കണ്ട് 1.5 മണിക്കൂറിലേറെ സമയം കളരി ആസ്വദിച്ച് വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും. 7 രാപ്പകലുകൾ ഭക്തിയുടെയും ആചാരപ്പെരുമയുടെയും നിറവിൽ നടന്നുവന്ന അണ്ടല്ലൂർക്കാവ് തിറമഹോത്സവത്തിന് ഭക്തി നിർഭരമായ കൊടിയിറക്കം. തെയ്യാട്ടങ്ങളെല്ലാം പൂർത്തിയായതോടെ ആയിരക്കണക്കിന് ഭക്തർ വരും വർഷത്തെ ഉത്സവത്തിനായുള്ള കാത്തിരിപ്പോടെ മടങ്ങി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.